വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്തിനായി പ്രസംഗിക്കുന്നത്? അദ്ദേഹം ഒരേ സമയം CPM-ൻ്റെയും BJP-യുടെ അനുഭവം ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വിദ്വേഷം നിരന്തരം ചീറ്റിക്കൊണ്ടിരുന്നാൽ എനിക്ക് പിന്തുണ കിട്ടും, BJP-യിൽ നിന്നും CPM-ൽ നിന്നും പിന്തുണ കിട്ടും എന്ന് നന്നായി അറിയുന്നത് കൊണ്ടാണ് ഈ വിദ്വേഷ പ്രസംഗം എൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കുമെന്ന് അറിയുന്നത് കൊണ്ടാണ് വെള്ളാപ്പള്ളി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്നലത്തെ പ്രസംഗത്തിൽ അദ്ദേഹം ഗുരുതരമായ രണ്ട് റെഫറൻസ് നടത്തുന്നുണ്ട്. അതൊന്ന്, എനിക്കിങ്ങനെ നിവർന്നു നിൽക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്, മലപ്പുറത്ത് പ്രസംഗത്തിന് ശേഷം എല്ലാവരും എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ എനിക്ക് കവചമൊരുക്കിയത് ആരാണ്? പിണറായി വിജയനാണ് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ കേരളം മുസ്ലിം സ്റ്റേറ്റ് ആകാൻ പോകുന്നു എന്നതിന് അദ്ദേഹം റെഫറൻസ് ആയിട്ട് വെക്കുന്ന ആരെയാണ്? VS അച്യുതാനന്ദനെയാണ്. അപ്പോൾ CPM-ൻ്റെ രണ്ട് സമുന്നത നേതാക്കന്മാരെ റെഫറൻസാക്കി വെച്ചുകൊണ്ടാണ് ഇയാൾ ഈ വിഷം ഒലിപ്പിക്കുന്നത്. അപ്പോൾ നന്ന് ചുരുങ്ങി അതേക്കുറിച്ചെങ്കിലും CPM മറുപടി പറയണ്ടേ? ഇങ്ങനൊരു വിഷം പ്രസംഗിക്കുന്നത് അവിടെ ഇരിക്കട്ടെ, അതിന് അദ്ദേഹം ആധാരമാക്കുന്നത് CPM-ൽ ഏറ്റവും സമുന്നതരായി ഇന്ന് ജീവിച്ചിരിക്കുന്നവർ, ഏറ്റവും എന്താണ് പാർട്ടി രൂപീകരണത്തിൽ തന്നെ പങ്കാളികളായിട്ടുള്ള നേതാക്കന്മാരെയാണ്. അതിന് വലിയ ഗുരുതരമായ അപകടമില്ലേ? എന്നിട്ടും CPM മിണ്ടുന്നില്ല. പിന്നെ അദ്ദേഹം ആക്രമിക്കുന്ന മറ്റൊരാളാണ് കാന്തപുരം AP വക്കൂർ മുസ്ലിയാർ. കാന്തപുരം AP വക്കൂർ മുസ്ലിയാർ ഇന്ന് മുസ്ലിം സമുദായത്തിൽ CPM-ൻ്റെ കൂടെ നിൽക്കുന്ന ഏക നേതാവാണ്. CPM-ന് ഘടകകക്ഷി എന്നുള്ളത് സാമാന്യമായി ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ഒരു സംഘടന എന്നുള്ളതാണ്. ആ ആരോപണം എന്താണ്? അത് കാന്തപുരത്തിനെതിരായ ആരോപണം പോലുമല്ല, അതും ശരിക്കും നോക്കിയാൽ അത് ഗവൺമെൻറ്റിനെതിരായ ആരോപണമാണ്. കാരണം ഈ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത് കാന്തപുരത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ആ ആരോപണം കൊള്ളുന്നത് എവിടെയാണ്? ശരിക്കും ഗവൺമെൻറ്റിലാണ്. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ കാന്തപുരത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് അല്ല, കാന്തപുരം അങ്ങനെ അനാവശ്യമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളല്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്തമില്ല. കാരണം കാന്തപുരത്തോട് ഇവർക്ക് ഒരു കടപ്പാടുണ്ടല്ലോ.